ISO-E 141 അർബൻ സോഷ്യോളജി എന്ന കോഴ്സിൽ 8ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ടോപ്പിക് മൈഗ്രേഷനാണ്. യൂണിറ്റ് ഹെഡിങ് മൈഗ്രേഷൻ, കുടിയേറ്റം എന്നുള്ളത്. പിന്നെ ഈ യൂണിറ്റ് വായിച്ചു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് മൈഗ്രേഷൻ. Define the concept of migration. You will be able to define the concept of migration. Migration എന്നുള്ള ആ കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റും. പിന്നെ ഡിസ്കസ് ദ സോഷ്യോളജി ഓഫ് മൈഗ്രേഷൻ. സോഷ്യോളജി ഓഫ് മൈഗ്രേഷൻ എന്താണെന്ന് വിവരിക്കാൻ പറ്റും. അതുപോലെ എക്സ്പ്ലെയിൻസ് റീസൺസ് ഫോർ മൈഗ്രേഷൻ. മൈഗ്രേഷൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, മൈഗ്രേഷനിലേക്ക് ആളുകളെ നയിക്കുന്ന കാരണങ്ങൾ. വാട്ട് ആർ ദ റീസൺസ് ഫോർ മൈഗ്രേഷൻ. ദെൻ ഡിസ്കസ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ. എത്ര ടൈപ്സ് മൈഗ്രേഷൻ ഉണ്ട്, അവ ഏതൊക്കെയാണ്. അതുപോലെ ഗെയിൻ സം ഇൻസൈറ്റ് ഓൺ ദ പാറ്റേൺസ് ഓഫ് മൈഗ്രേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബൽ ഓവർവ്യൂ ഓഫ് മൈഗ്രൻസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസും വരുന്നത് പരീക്ഷയ്ക്ക് സാധാരണയായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ റെഫേഴ്സ് ടു ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ടു അനദർ, ഐദർ ഓൺ എ ടെമ്പററി ഓർ പെർമനന്റ് ബേസിസ്. ഇപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ആളുകൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ സ്ഥിരമായിട്ടോ മാറി താമസിക്കുന്ന ആ രീതിയാണ് മൈഗ്രേഷൻ എന്ന് പറയപ്പെടുന്നത്. മൈഗ്രേഷൻ റെഫേഴ്സ് ടു ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ടു അനദർ, ഐദർ ഓൺ എ ടെമ്പററി ഓർ എ പെർമനന്റ് ബേസിസ്. It can be applied to persons and family members moving to another country or region to improve their material or social conditions. അപ്പോൾ ഇത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ആളുകൾ പോണത്, ചിലപ്പോൾ ഫാമിലിയോടുകൂടി തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ കണ്ടീഷൻസ്. അവരുടെ സോഷ്യൽ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ഫാമിലിയുടെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോടുകൂടിയാണ് ഈ പ്രവൃത്തിയിൽ ആളുകൾ ഏർപ്പെടുന്നത്. അതായത് ഒരു രാജ്യത്തിൽ നിന്നും വേറൊരു രാജ്യത്തിലേക്ക് കുടിയേറി പാർക്കുന്നത്. ദ യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻഡ് മൈഗ്രന്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് റിസൈഡഡ് ഇൻ എ ഫോറിൻ കൺട്രി ഫോർ മോർ ദാൻ 1 year ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോസസ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരുന്ന ആ വ്യക്തികൾ, പക്ഷെ അവരവിടെ 1 വർഷത്തേക്കാൾ കൂടുതൽ, 1 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവിടെ താമസിക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് മൈഗ്രൻസ് എന്ന് യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തേക്കണം. അപ്പോൾ ഈ നിർവചനം അനുസരിച്ച് ട്രാവലിംഗ് ഫോർ എ ഷോർട്ട് പീരീഡ്സ് ആസ് ടൂറിസ്റ്റ് ആൻഡ് ബിസിനസ് പേഴ്സൺസ് വുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് മൈഗ്രൻസ്. അപ്പോൾ ചെറിയ കാലാവധി എടുത്തിട്ട് ഒരു ടൂറ് പോലെ, അല്ലെങ്കിൽ വെറുതെ ബിസിനസ് ടൂറ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് നാളത്തേക്ക് ഷോർട്ട് പീരീഡിൽ പോകുന്ന ആളുകളെ ഒന്നും മൈഗ്രൻറ്റ്സ് ആയിട്ട് കണക്കാക്കാൻ പാടില്ലെന്നാണ് UN പറഞ്ഞിരിക്കുന്നത്. മൈഗ്രേഷൻ ഈസ് എ സെലക്റ്റീവ് പ്രോസസ് എഫക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഫാമിലീസ് വിത്ത് സർട്ടൻ എക്കണോമിക്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം മൈഗ്രേഷൻ ഈസ് എ സെലക്റ്റീവ് പ്രോസസ്സ്. അതൊരു സെലക്റ്റീവ് പ്രോസസ്സാണ്. എഫക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഫാമിലീസ്, ഇത് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഫാമിലിനെയൊക്കെ എഫക്റ്റ് ചെയ്യണതാണ്. വിത്ത് സർട്ടൻ, എന്ത് കാര്യങ്ങളിലൊക്കെ? വിത്ത് സർട്ടൻ എക്കണോമിക്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യണം ഇൻഡിവിജ്വൽസിനെ, ഫാമിലിനെയൊക്കെ എക്കണോമിക്കലായിട്ട്, സോഷ്യലായിട്ട്, എഡ്യൂക്കേഷണലായിട്ട്, ഡെമോഗ്രഫിക്കായിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണം ഒരു പ്രവൃത്തിയാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്.
People migrate in response to prevailing conditions and the reasons for it different from one individual to another. അപ്പോൾ പല കാരണങ്ങളിലാണ് ആളുകൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി പാർക്കുന്നത്. അപ്പോൾ അത് ഓരോ വ്യക്തിയെ ആധാരമായിട്ട് അത് ഡിഫറൻ്റ് ആയിരിക്കും. പല ആളുകൾ പല കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുന്നത്. അഗ്രികൾച്ചറൽ ലേബേഴ്സ് എസ്പെഷ്യലി ഇൻ സ്മോളർ വില്ലേജസ് എവേ from towns and cities are generally unskilled workers carrying on agricultural operation for the centuries old traditional wages. അത് ഒരു കാരണം. In some parts of India, agricultural laborers are migratory, moving in search of jobs at the time of harvesting. This type of migration influenced by many റീസൺസ്. അപ്പോൾ താൽക്കാലികമായിട്ടും ഇടയ്ക്കിടയ്ക്കായിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഇന്ത്യയിൽ സംബന്ധിച്ച്. ഇന്ത്യയിലാണെങ്കിൽ അഗ്രികൾച്ചറൽ ലേബേഴ്സ് കുറേ ഉള്ളതാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജോലി ഉണ്ടാവും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ അഗ്രികൾച്ചർ കാര്യങ്ങൾ ചെയ്യാനില്ലാതെ വരുമ്പോൾ അവർ എവിടെയാണ് ജോലി കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മാറി താമസിക്കുക, അങ്ങനെ ഒരു സ്വഭാവം അവർ കാണിക്കാറുണ്ട്. ഇനി പ്രീ കൊളോണിയൽ ടൈംസ് ദ റീസൺ ഫോർ ദ മൈഗ്രേഷൻ ഓഫ് പോപ്പുലേഷൻ വെർ മെയിൻലി ഫോർ റിലീജിയസ് ആൻഡ് ട്രേഡ് പർപ്പസസ്. പ്രീ കൊളോണിയൽ ടൈംസിൽ മൈഗ്രേഷൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് അത് റിലീജിയസും അതുപോലെ ട്രേഡ് പർപ്പസസ്, വ്യവസായങ്ങൾ ചെയ്യാനായിട്ട്, കച്ചവടങ്ങൾ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ മൈഗ്രേഷൻ തുടർന്നുകൊണ്ടിരുന്നത്. മൈഗ്രേഷൻ ഓൺ എ അക്കൗണ്ട് ഓഫ് മിലിറ്ററി മൂവ്മെൻറ്റ്സ് ഓൾസോ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. പീപ്പിൾ ഓൾസോ ട്രാവൽഡ് ഇൻ സെർച്ച് ഓഫ് pastures with their cattle. Nomadic migration, even for short distance, was an important feature outside the Gangetic Valley. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ആളുകൾ ജോലി അനുസരിച്ച് അന്വേഷിച്ച് പോകുന്ന ഒരു സ്വഭാവം, അതുപോലെ മൃഗങ്ങളെ വളർത്തി, കന്നുകാലികളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആളുകൾ അതുമായിട്ട് ചുറ്റിക്കറങ്ങുക, അതും ഒരു നൊമാഡിക് മൈഗ്രേഷൻ എന്ന് പറയും. ഈവൻ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഔട്ട്സൈഡ് ദ ഗാങ്റ്റിക് വാലീസ്. പല താഴ്വരകളിലും ഗംഗാതീരങ്ങളിലും പല സ്ഥലത്തേക്കുമായിട്ട് അവർ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് കൂടുതൽ കന്നുകാലികളെ മേയ്ക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് അങ്ങോട്ട് മാറുക, അതൊരു ട്രെൻഡായിരുന്നു ഇന്ത്യയിൽ. ദിസ് പ്രാക്ടീസ് ഈസ് സ്റ്റിൽ ഫൗണ്ട് ഇൻ സം പാർട്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ഈ പ്രാക്ടീസ് ഇപ്പോഴും ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്ത മൈഗ്രേഷനെ സോഷ്യോളജിക്കൽ കൺസേൺ. ഈ സോഷ്യോളജിക്കൽ കൺസേൺ ആയിട്ട് മൈഗ്രേഷൻ എങ്ങനെയാണ് ആ കൺസെപ്റ്റിനെ കാണുന്നതെന്ന് നോക്കുക. മൈഗ്രേഷൻ ഈസ് ആൻ ഈക്വിലിബ്രിയം പ്രോസസ് വിച്ച് റെഡ്യൂസസ് regional disparities at different stages of development and a process which is as old as human civilization. അപ്പോൾ സോഷ്യോളജിക്കൽ വ്യൂ പോയിന്റിൽ കൂടി പറയുകയാണെങ്കിൽ മൈഗ്രേഷൻ ഈസ് ആൻ ഈക്വിലിബ്രിയം പ്രോസസ്സ്, ഒരു ഈക്വിലിബ്രിയം, തുലനാത്മകത സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സാണ്. വിച്ച് റെഡ്യൂസസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്, പ്രാദേശികമായിട്ടുള്ള ആ ഡിസ്പാരിറ്റീസ്, തുല്യതയില്ലായ്മയെ കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഈക്വിലിബ്രിയം പ്രോസസ്സാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. വിച്ച് it develop and a process which is as old as human civilization. മനുഷ്യൻ്റെ സംസ്കാരം എത്ര പഴയതാണ് അന്ന് തുടങ്ങിയുള്ള പണ്ടുകാലം തുടങ്ങി ഈ മൈഗ്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈഗ്രേഷൻ ഇൻക്ലൂഡിങ് റെഫ്യൂജ് ഫ്ലോസ്, asylum seekers, internal displacement and development induced displacement has decreased considerably in volume and political significance since the end of the കോൾഡ് വാർ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ കുടിയേറ്റങ്ങൾ നടക്കാറുണ്ട്. അഭയാർത്ഥി പ്രവാഹം, റെഫ്യൂജ് ഫ്ലോസ്, അസ്ലം സീക്കേഴ്സ്, എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു വാസസ്ഥലം അന്വേഷിച്ചുകൊണ്ട് പോകല്, ഇന്റേണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി ഇൻ വോളിയം ആൻഡ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് സിൻസ് ദ എൻഡ് ഓഫ് ദ കോൾഡ് വാർ. അപ്പോൾ എൻഡ് ഓഫ് ദ കോൾഡ് വാറിൽ വരെ ഇത്തരം പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരുന്നു. സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ച് അല്ലെങ്കിൽ
റെഫ്യൂജസ് കൂടുതലുള്ളപ്പോൾ അവർക്ക് എവിടെയെങ്കിലും അവർ എവിടെയാണ് താമസിച്ചിരുന്ന ആ വാസസ്ഥലം അവർക്ക് അല്ലെന്ന് തോന്നുമ്പോൾ അഭയാർത്ഥികൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഈസ് ക്ലോസ്ലി ലിങ്ക് ടു കറൻറ്റ് പ്രോസസ് ഓഫ് ഗ്ലോബൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതുപോലെയുള്ള ഈ മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയാണ് ഇതുപോലെയുള്ള മൈഗ്രേഷൻ. ഒരു ഭാഗത്തുനിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കിട്ടണമെങ്കിൽ അസുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി പാർക്കുക എന്നുള്ളത്. ആൻഡ് ഈസ് ക്ലോസ്ലി ലിങ്ക് ടു കറൻറ്റ് പ്രോസസ് ഓഫ് ഗ്ലോബൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ദിസ് മേക്ക് ഇറ്റ് ആസ് important for sociologists to develop empirical research and analysis on migration and cities, include it in their theoretical understanding of contemporary society. അപ്പോൾ ആനുകാലിക സൊസൈറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിസ്റ്റ് ഈ മൈഗ്രേഷനെ തന്നെ ഏറ്റവും നല്ലൊരു ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എംഫറിക്കൽ റിസർച്ചസ് അതുപോലെ അനാലിസിസും ഒക്കെ നടത്തുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണ്ടംപററി സൊസൈറ്റി. കണ്ടംപററി സൊസൈറ്റി എങ്ങനെയാണ്, ആനുകാലിക സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ്, അപ്പോൾ ഇതുപോലെയുള്ള കുടിയേറ്റങ്ങൾ അവിടെ എന്തെല്ലാം വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് സോഷ്യോളജിസ്റ്റ് എപ്പോഴും തയ്യാറാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് മൈഗ്രേഷൻ ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ഏർലി സോഷ്യോളജിക്കൽ കൺസേൺസ്. അപ്പോൾ ഏർലി സോഷ്യോളജിക്കൽ കൺസേൺസിൽ തന്നെ ഈ മൈഗ്രേഷൻ കുറിച്ച് ചിന്തിച്ചിരുന്നെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓഗസ്റ്റ് കോംസ് വ്യൂ ദാറ്റ് ഹ്യൂമൻ കൈൻഡ് ഗ്രാജുവലി എവോൾവ്ഡ് ഫ്രം എ തിയോളജിക്കൽ ടു എ മെറ്റാഫിസിക്കൽ ആൻഡ് ഫൈനലി ടു എ scientific state was based on the idea that greater concentration of people led to higher and higher stages of civilization. നമ്മൾ നേരത്തെ പഠിച്ച ഓഗസ്റ്റ് കോംപ്റ്റിനെ പഠിച്ച സമയത്ത് ഓരോരുത്തരും അല്ല ഓരോ രാജ്യങ്ങൾ ഓരോ സ്ഥലത്തും ഉള്ളവരും 3 സ്റ്റേജിൽ കൂടി എപ്പോഴും കടന്നു പോകുന്നുണ്ട്. ആദ്യത്തേത് തിയോളജിക്കൽ സ്റ്റേജ്, അത് അടുത്തത് മെറ്റാഫിസിക്കൽ, പിന്നത്തേത് സയൻറ്റിഫിക് സ്റ്റേജ്. അപ്പം ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒക്കെ മനുഷ്യനെ ഹയർ സ്റ്റേജിലേക്ക്, ഇപ്പോൾ തിയോളജിക്കൽ സ്റ്റേജിനേക്കാൾ പുരോഗതിയുള്ള സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അതിനേക്കാൾ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്റ്റേജാണ് സയൻറ്റിഫിക് സ്റ്റേജ്, അല്ലെങ്കിൽ ഹയർ സ്റ്റേജിലാണ്. അപ്പോൾ ഹയർ സ്റ്റേജിലേക്ക് എത്തുക എന്ന് മനുഷ്യന് എപ്പോഴും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മൈഗ്രേഷൻ ഉണ്ടെന്നുള്ള കാര്യം പഴയ കാലഘട്ടങ്ങളിലും ഈ ചിന്താഗതി നിലനിന്നെന്നുള്ളത് അന്നത്തെ പല സോഷ്യോളജിസ്റ്റിൻ്റെയും പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഓഗസ്റ്റ് കോംപ്റ്റിന് ശേഷം എമിൽ ഡർക്ക് വാസ് ഓൾസോ കൺസേൺഡ് വിത്ത് ദ ബ്രേക്കപ്പ് ഓഫ് റൂറൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി കോൺസിക്വൻ്റ് ഓൺ ദ മൈഗ്രേഷൻ ടു ദ സിറ്റീസ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സമാജത്തിൽ നിലനിന്നിരുന്ന സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സോളിഡാരിറ്റി, അതായത് ഗ്രാമപ്രദേശത്തെ എല്ലാവരും ഒരേപോലെ ചലിക്കുക, ഒരേപോലെ ജീവിക്കുക, അങ്ങനെ ഒരു മെക്കാനിക്കൽ സോളിഡാരിറ്റി ആണെങ്കിൽ പുരോഗതിയിലേക്ക് വന്നപ്പോൾ ആ സോളിഡാരിറ്റിക്ക് ഡിഫറൻസ് വന്ന് അത് വിറ്റ് ഓർഗാനിക് സോളിഡാരിറ്റി ആയി. അപ്പോൾ അവിടെ ആ മൈഗ്രേഷൻ കാണാൻ പറ്റും നമുക്ക് എമിൽ ഡർക്കിൻ്റെ വർക്കിൽ നിന്നും. അതുപോലെ മാർക്സ് വാസ് പ്രോബബ്ലി ദ ഫസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് 19th century thinkers to see migration as a more violent process. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഏറ്റവും കൂടിയ വയലന്റ് പ്രോസസ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന സോഷ്യോളജിസ്റ്റാണ് കാറൽ മാർക്സ്. അതായത് നിലനിൽക്കുന്ന ആ ക്യാപിറ്റൽ സിസ്റ്റം ഒരു നാളിൽ അവസാനിക്കും. അത് കഴിഞ്ഞാൽ ക്ലാസ്ലെസ് സൊസൈറ്റി, അതുപോലെ കോൺഫ്ലിക്റ്റ്ലെസ് സൊസൈറ്റി, അങ്ങനെ ഒരു നല്ല സൊസൈറ്റി രൂപം കൊള്ളുമെന്ന് മാർക്സ് നേരത്തെ പ്രവചിച്ചിരുന്നു. അതുപോലെ മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഇനി അടുത്തത് മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചറാണ്. ദെയർ ആർ പ്രൊഫണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ മൈഗ്രേഷനും സോഷ്യൽ സ്ട്രക്ചറും തമ്മിൽ വളരെ സാമൂഹിക ഘടനയും കുടിയേറ്റവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ദെയർ ആർ പ്രൊഫണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ റിഫ്ലക്റ്റിംഗ് ദ വെറൈറ്റീസ് ഓഫ് മൈഗ്രേഷൻ
types. The complexities of social structure and the reciprocal ways migration and social structure are interrelated over time in different societies. In India, social organization is known for the institution of caste-based hierarchical arrangement of social groups വെയർ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ബർത്ത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേക രീതിയിൽ അനുസരിച്ച് അവിടെ സോഷ്യൽ ഓർഗനൈസേഷൻ ഈസ് നോൺ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടുത്തെ സോഷ്യൽ ഓർഗനൈസേഷനൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാസ്റ്റ് ബേസ്ഡ്, കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സിനെയും അവരുടെ സ്റ്റാറ്റസിനെയൊക്കെ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഈ കാസ്റ്റിനെ ബേസ് ചെയ്ത് കാണുക എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് എന്താണ് അത് നോക്കിയിട്ടാണ് സോഷ്യൽ ഡിവിഷൻ അവിടെ നടന്നിരുന്നത്. ഈച്ച് സോഷ്യൽ ഗ്രൂപ്പ് ലീവ്ഡ് ഇൻ എ സ്പാറ്റ്ലി democratic area to be identified with the level of purity and pollution. Hence, Indians were less mobile. അപ്പോൾ ഓരോരുത്തരും ഒരു കാസ്റ്റുകാർ ഒരു സ്ഥലത്ത് ജീവിക്കുക, ഒരു സ്ഥലത്ത് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ അവിടെ ആ കാലഘട്ടങ്ങളിൽ മൊബിലിറ്റി വളരെ കുറവായിരുന്നു. എന്നാൽ പിന്നീട് ജയജമാന്യ സിസ്റ്റത്തിൽ kept the agrarian labor class immobile. ജയജമാന്യ സിസ്റ്റം സമാജത്തിൽ നിലനിന്നപ്പോഴും പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തൊഴിലറിയാവുന്നവർ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോയി. അപ്പോഴും ഇതുപോലെ ഒരു ആ മൈഗ്രേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ആ മൊബിലിറ്റി എന്നുള്ളത് അവിടെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ, പഴയ കാലഘട്ടങ്ങൾ. ഓൺ ദ അതർ ഹാൻഡ് ദ പ്രിവിലേജ് ഓഫ് മൊബിലിറ്റി വാസ് കൺഫൈൻഡ് ടു ബ്രാഹ്മിൻസ് ആൻഡ് വൈശ്യാസ് പ്രിൻസിപ്പലി ഹു മൂവ് ടു പ്രൊവൈഡ് പ്രീസ്റ്റ്ലി സർവീസസ് ആൻഡ് ദ ട്രേഡ് ഓഫ് ഗുഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പല കാസ്റ്റ് പല രീതിയിലാണ്. പക്ഷേ ഈ ബ്രാഹ്മിൻസ് കാസ്റ്റിനും അതുപോലെ തന്നെ ട്രേഡിങ് കാസ്റ്റ് വൈശ്യാസ് അവരിലൊക്കെ ഈ മൊബിലിറ്റി വളരെ കൂടുതലായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്നുള്ള ആ ട്രെൻഡ് അവർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ഒരു മൊബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈഗ്രേഷൻ ഫിനോമിനയാണ് ആ കാലഘട്ടങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഇനി ഇവിടെ മൈഗ്രേഷൻ റേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിള്. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റസസ്, അപ്പോൾ അവരുടെയൊക്കെ പെർമനൻ്റ് അതുപോലെ സീസണൽ ടെമ്പററി ചേഞ്ചസും അതിൻ്റെ മൈഗ്രേഷൻ ലെവലും ഒക്കെയാണ് ഇവിടെ റൂറൽ അർബൻ ഏരിയയിലുള്ള കാണിച്ചിരിക്കുന്നത്. അത് ആ ടേബിൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇനി അവിടെ ഒന്നും പരീക്ഷക്കൊന്നും അതിനകത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയല്ല. ഇനി ഈ വരുന്ന ഭാഗം ഫാക്ടേഴ്സ് ഓർ റീസൺസ് വൈ ഡു പീപ്പിൾ മൈഗ്രേറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ്, വൈ ഡു പീപ്പിൾ മൈഗ്രേറ്റ്, എന്തുകൊണ്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്, കുടിയേറി പാർക്കുന്നത്, ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞ ആളുകളുടെ ഒരു വ്യതിയാനമാണ്, ചലനമാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. എമിഗ്രൻസ് ലീവ് ദെയർ കൺട്രി വൈൽ ഇമിഗ്രൻസ് എൻ്റർ എ കൺട്രി. അപ്പോൾ ഈ രണ്ട് വേർഡുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. എമിഗ്രൻസ് ലീവ് ദെയർ കൺട്രി, എമിഗ്രൻസ് എന്ന് പറയണത് അത് അവർ ഒരു രാജ്യം വിട്ടുപോകുന്നവർ, അവരെയാണ് എമിഗ്രൻസ് എന്ന് പറഞ്ഞത്. ഒരാൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പുറപ്പെടുമ്പോൾ ആ രാജ്യം വിടുകയാണ്, അങ്ങനെയുള്ള ആളുകളെ എമിഗ്രൻസ് എന്ന് പറയും. ഇനി വൈൽ ഇമിഗ്രൻസ് എൻ്റർ എ കൺട്രി, ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് ചെന്ന് അവിടെ താമസമാക്കുന്ന ആളുകൾ, ഒരു അന്യ രാജ്യത്ത് എത്തിക്കഴിഞ്ഞ് എന്നിട്ട് അവിടെ താമസമാക്കുക, അവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഇമിഗ്രൻസ്. അപ്പം ഓരോരുത്തുനിന്ന് പോകുമ്പോൾ അവർ എമിഗ്രൻസ്, ഓരോരുത്തർ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇമിഗ്രൻസ്. അപ്പോൾ എമിഗ്രൻസ് ലീവ് ദെയർ കൺട്രി വൈൽ ഇമിഗ്രൻസ് എൻ്റർ എ കൺട്രി. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഫോർ മൈഗ്രേറ്റിംഗ് സച്ച് ആസ് എക്കണോമിക് റീസൺസ്. അപ്പോൾ പല കാര്യമുണ്ട്, കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ മനുഷ്യർ എമിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ മുഖ്യ കാരണങ്ങൾ ഒന്ന് എക്കണോമിക് റീസൺസ് ആണ്, അതായത് ടു ഫൈൻഡ് വർക്ക്, എസ്കേപ്പ് ഫാമിൻ എക്സെട്ര, ജോലി കണ്ടുപിടിക്കുക, അതുപോലെ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടുകൂടി എക്കണോമിക് റീസണോടുകൂടി മൈഗ്രേറ്റ് ചെയ്യണവരുണ്ട്. അതുപോലെ സോഷ്യൽ റീസൺസ് ഉണ്ട്, അതായത് ഫോർ എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ ടു ബി ക്ലോസർ ടു ഫാമിലി ഓർ ഫ്രണ്ട്സ്, ഒരു നല്ല
ക്വാളിറ്റിയുള്ള ജീവിതം തുടരുക. അതാണ് സോഷ്യൽ റീസൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോട് കൂടി ആ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒരു നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇനി പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. പൊളിറ്റിക്കൽ റീസൺസ് ടു എസ്കേപ്പ് കൾച്ചറൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് പെർസിക്യൂഷൻസ് ഓർ വാർ. അപ്പോൾ പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കൾച്ചറൽ ആകാം, പൊളിറ്റിക്കൽ ആകാം, അല്ലെങ്കിൽ റിലീജിയസ് പെർസിക്യൂഷൻസ്, അതല്ലെങ്കിൽ വാറ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളാൽ മാറുന്നതുണ്ട്. അങ്ങനെയുള്ളതിനാണ് പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എൻവയറമെൻ്റൽ റീസൺസ്. അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് ഫ്ലഡ്, ഡ്രോട്ട് എക്സെട്ര, വെള്ളപ്പൊക്കം, വരൾച്ച ഇങ്ങനെ വരുമ്പോൾ, അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ മാറി താമസിക്കാറുണ്ട്. ഇതിന് എൻവയറമെൻ്റൽ റീസൺസ് എന്ന് പറയും. ഇപ്പോൾ മൈഗ്രേഷൻ ടു ടേക്ക് പ്ലേസ് ദർ ആർ യൂഷ്വലി പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. അപ്പോൾ മൈഗ്രേഷൻ സാധ്യമാക്കുന്നത് രണ്ട് ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. ഇത് വർക്കിൽ അവരെ പുഷ് ചെയ്യുന്നതുകൊണ്ട് ഫുൾ ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഫസ്റ്റ് പുഷ് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കുക. പുഷ് ഫാക്ടേഴ്സ് ആർ ദ റീസൺസ് ദാറ്റ് മേക്ക് സമ്മൺ ഡിസൈഡഡ് ടു മൂവ്. പുഷ് ചെയ്യുന്ന, തനിക്ക് മാറി താമസിക്കണം എന്ന് നിശ്ചയിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സിനാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദെയർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ഇൻ വൺ പ്ലേസ് വിച്ച് ഗീവ്സ് ദം ഗുഡ് റീസൺസ് ടു ലീവ്. അത് അവരവരുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന്, താൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിച്ചാലാണ് തനിക്ക് രക്ഷ, അല്ലെങ്കിൽ തനിക്ക് വിജയം, ഉയർച്ച എന്നൊക്കെ തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ താല്പര്യം, അതും ഒരു പുഷ് ഫാക്ടറാണ്. പിന്നെ ഓഫൺ പുഷ് ഫാക്ടേഴ്സ് ആർ നെഗറ്റീവ് തിങ്സ് സച്ച് ആസ് അൺഎംപ്ലോയ്മെന്റ്, ക്രോപ്പ് ഫെയിലിയർ, ഡ്രോട്ട്സ്, ഫ്ലഡിംഗ്, വാർ, poor education opportunities or poor services and amenities. അപ്പോൾ പുഷ് ഫാക്ടേഴ്സ് ആർ നെഗറ്റീവ് തിങ്സ്. പുഷ് ഫാക്ടേഴ്സിൽ സാധാരണ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ക്രോപ്പ് ഫെയിലിയർ, കൃഷി നശിക്കുക, ഡ്രോട്ട്സ്, വരൾച്ച വരിക, അതുപോലെ ഫ്ലഡിങ്, വെള്ളപ്പൊക്കം ഉണ്ടാകുക, വാറ്, പുവർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ പുവർ സർവീസസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ പ്രേരിതരാകും. അതിനെയാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുഷ് ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്ന കാരണങ്ങൾ ഇതെല്ലാമാണ്. ഇൻ ഇന്ത്യ പീപ്പിൾ മൈഗ്രേറ്റ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ് മെയിൻലി ഡ്യൂ ടു പോവർട്ടി, ഹൈ പോപ്പുലേഷൻ പ്രഷർ ഓൺ ദ ലാൻഡ്, ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എക്സെട്ര. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലെ പുഷ് ഫാക്ടേഴ്സ് ഒന്ന് പോവർട്ടിയാണ്, പിന്നെ ഹൈ പോപ്പുലേഷൻ പ്രഷർ ഓൺ ദ ലാൻഡ്, പിന്നെ ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അതിനൊക്കെ ഫെസിലിറ്റീസ് കുറവ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദീസ് ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സിനെ കൂടാതെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ചാസ്, പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങൾ, അതായത് ഫ്ലഡ്, ഡ്രോട്ട്, സൈക്ലോണിക് സ്ട്രോംസ്, എർത്ത്ക്വേക്സ്, സുനാമി, വാസ് ആൻഡ് ലോക്കൽ കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം പുഷ് ഫാക്ടറിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത ഫാക്ടറാണ് പുൾ ഫാക്ടർ. There are pull factors which attract people from rural area to cities. റൂറൽ ഏരിയയിൽ നിന്ന് സിറ്റിയിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന പുൾ ഫാക്ടർ, വലിച്ചെടുക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. There are pull factors which attract people from rural area to cities. റൂറൽ ഏരിയയിൽ നിന്ന് സിറ്റിയിലേക്ക് ആളുകളെ പുള്ളി ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? The most important pull factor for majority of the rural migrants to urban area is the ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അർബൻ ഏരിയയിലേക്ക് റൂറൽ ഏരിയയിൽ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യണ പുഷ് ഫാക്ടറിൽ മെയിനായിട്ടുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് റെഗുലർ വർക്ക് ആൻഡ് റിലേറ്റീവ്ലി ഹയർ വേജസ്, ഇതൊക്കെയാണ് പുഷ് ഫാക്ടറായിട്ട് പറയുന്നത്. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് and sources of entertainment etc. are also quite important pull factors. Types of migration, different types of migrations ഉണ്ട്. ആ പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ, ഫസ്റ്റ് റൂറൽ മൈഗ്രേഷൻ, അതായത് റൂറൽ പ്ലേസിൽ നിന്ന് വേറെ ഒരു റൂറൽ പ്ലേസിലേക്കുള്ള മൈഗ്രേഷൻ. ഇത് സാധാരണ വളരെ കുറവായിട്ടുള്ളതാണ്. റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ സ്ട്രീം റെസ്ട്രിക്ട്സ് ടു
shorter distance movements as compared to other rural urban migration streams. In developing countries like India, rural migration is still dominant. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഇന്ത്യയെ പോലെയുള്ളിടത്ത് ഇതുപോലെയുള്ള മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ടൈപ്പ് മൈഗ്രേഷൻ വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. ഒരു റൂറൽ പ്രദേശത്ത് നിന്നും വേറൊരു റൂറൽ പ്രദേശത്തേക്കുള്ള മൈഗ്രേഷൻസ്. ഞാൻ അതിൻ്റെ കണക്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കുക. അതുപോലെ റൂറൽ അർബൻ മൈഗ്രേഷൻ അടുത്ത ടൈപ്പാണ് റൂറൽ അർബൻ, ഗ്രാമീണ മേഖലയിൽ നിന്ന് നാഗരിക മേഖലയിലേക്ക് അർബൻ സ്ഥലത്തേക്ക് മാറുക. ഇത് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു മൈഗ്രേഷനാണ്. ദ ക്ലാസിക് പുഷ് ആൻഡ് പുൾ ഫോഴ്സസ് that resulted in people from poor region migrating to richer rural and urban locations still exist and may even be accounted with the rising population pressure and deteriorating land. അപ്പോൾ rural urban migration accelerated, which pushed more numbers of rural people to metropolitan areas to seek better employment opportunities. അപ്പോൾ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവരെ കൂടുതലായിട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ റൂറൽ അർബൻ മൈഗ്രേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇൻ ദ 2011 സെൻസസ്, rural urban migration flows lead to the third position in respect of significant stream of migration. That is 32.15 million migrants because of the phenomenal increase in urban migration. ഇനി അടുത്ത ടൈപ്പാണ് അർബൻ മൈഗ്രേഷൻ. അത് വളരെ കൂടുതലായിട്ട് നടക്കാനുള്ളത് അർബൻ പ്രദേശത്ത് നിന്ന് വീണ്ടും വേറൊരു അർബൻ പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുക എന്നുള്ളത്. ഇൻ ദ 2001 സെൻസസ്, അർബൻ മൈഗ്രേഷൻ സ്ട്രീം അക്കൗണ്ട് ഫോർ 14.3 million migrants and was the third most significant migration stream after rural and rural urban migration. അപ്പോൾ rural പിന്നെ അതിനേക്കാൾ കൂടുതൽ റൂറൽ അർബൻ, അതിലും കൂടുതലായിട്ടാണ് അർബൻ മൈഗ്രേഷൻ നടക്കണമെന്ന് 2011 സെൻസസിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ടൈപ്പാണ് അർബൻ ടു റൂറൽ. ഇത് വളരെ അപൂർവമായിട്ടാണ് അർബൻ ടു റൂറൽ, അത് കുറച്ചായിട്ട് മാത്രം നടക്കുന്നതാണ്. അർബൻ റൂറൽ stream has the lowest volume of migrants. ഇത് ഏറ്റവും ലോവസ്റ്റ് വോളിയം ഓഫ് മൈഗ്രൻസ് ആണ്, അക്കൗണ്ടിങ് ഫോർ 11.45 million. ഇത് ഏതാണ്ട് 11.45 million ആണ് 2001 തുടങ്ങി 2011 വരെയുള്ള ആ കാലാവധിനെ എടുത്തിട്ടുള്ള കണക്കെടുപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ അർബൻ ടു റൂറൽ വളരെ കുറവാണ്. അപ്പോൾ 4 തരം 4 ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ നമുക്ക് കാണാം. റൂറൽ ടു അർബൻ, അതുപോലെ അർബൻ ടു അർബൻ ആൻഡ് അർബൻ ടു റൂറൽ. ഞാൻ അതിൻ്റെ ആ കണക്കുകളൊക്കെ താഴെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയേക്കുക. ഇനി അടുത്ത പാട്രിയാർക്കി, ജെൻഡർ ആൻഡ് മൈഗ്രേഷൻ. പാട്രിയാർക്കി, ജെൻഡറും അതുപോലെ മൈഗ്രേഷനും തമ്മിൽ ബന്ധം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അവിടെ ജെൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതും കൂടുതൽ ജെൻസാണ്. ലേഡീസ് മാത്രമുള്ള മൈഗ്രേഷൻ വളരെ കുറവാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചേഞ്ചസ് സച്ച് ആസ് ഗ്ലോബലൈസേഷൻ, ചേഞ്ചസ് ഇൻ ദ structure of labor force and rising education lead to the governing share of women among both international and internal migrants. പക്ഷേ ഗ്ലോബലൈസേഷനും അതുപോലെ റൈസ് ഇൻ എഡ്യൂക്കേഷനൊക്കെ കൂടി, അതുപോലെ ലേബർ ഫോഴ്സ് സ്ട്രക്ചറൊക്കെ മാറുന്നതനുസരിച്ച് ഇപ്പം സ്ത്രീകളും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിൽ എല്ലായിടത്തും നോക്കിയാൽ, എന്നാൽ ഹവർ ഇൻ ഇന്ത്യ ജെൻഡർ റിലേഷൻസ് ആർ ഷേപ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ആൻഡ് മാരേജ് ഡീപ്ലി എംബഡഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഇത് കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാലും ഇപ്പോൾ പുരോഗതി പ്രാപിച്ച സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോകുന്നുണ്ട്. മറ്റിടത്തൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിലൊക്കെ പുരുഷന്മാർ അവിടെ നേരത്തെ പോയിരിക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരോ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ഫാദറിനിലോ ഹസ്ബൻഡ് ഇങ്ങനെ ഉള്ളവരുടെ കൂടെ മാത്രമാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും മൈഗ്രേഷൻ അലൗ ചെയ്യുന്നത് അവരുടെ ആ കുടുംബ വ്യവസ്ഥിതിയിൽ. ആസ് എ റിസൾട്ട്, വുമൻസ് മൈഗ്രേഷൻ ഈസ് dependent upon the movement of husband or other family members. Marriage emergence as a predominant reason of migration. അപ്പോൾ ഇവിടെ മാരേജ് ആണ് കൂടുതൽ മൈഗ്രേഷനെ പ്രേരിപ്പിക്കുന്നത്. ഫർദർ, വുമൺ മൈഗ്രൻസ് were relegated to low skilled, less paid and less secure jobs of informal nature.
ഇനി അടുത്തത് മൈഗ്രൻസ് ആൻഡ് ദ COVID-19 പാൻഡമിക്. COVID-19 has emerged in world tightly connected by local and international population movements. അപ്പോൾ COVID-19 അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് ഇന്റർനാഷണൽ പോപ്പുലേഷൻ മൂവ്മെന്റ്സിന്. വിത്ത് മോർ പീപ്പിൾ മൂവിങ് ഫോർ വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി റീസൺസ്, ടൂറിസം ആൻഡ് സർവൈവൽ ദാൻ എവർ ഇൻ ദ പാസ്റ്റ്. Since it is outbreak in Wuhan, China, COVID-19, it has initially affected its neighboring countries, the United States and Europe. അപ്പോൾ ആദ്യമായിട്ട് കോവിഡ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള സ്റ്റേറ്റ്സിലേക്കുള്ള യാത്രകൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ അവിടെ ആ ചൈന, അതുപോലെ അതിനോടടുത്തുള്ള കൺട്രീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. while the outbreak has since spread from these areas into other regions and back into East Asia. അപ്പോൾ ഈ സമയത്ത് ഇവര് പുതിയ ആളുകളെ കൊണ്ടുവരാൻ സമ്മതിക്കാതിരിക്കുക, വന്നവരെ പുറത്തോട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ അവർക്ക് എല്ലാ ഫെസിലിറ്റീസ് മൈഗ്രൻസിന് ചികിത്സാപരവും അതുപോലെ താമസപരവും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നു. Ensuring that all groups of migrants, regardless of their status, have access to health care is necessary condition for effective responses to the COVID-19 outbreak. അപ്പോൾ COVID-19 ആ പൊട്ടിപ്പുറപ്പെടുന്നതോടുകൂടി ഇതിനെക്കുറിച്ചൊക്കെ കുറേ തീരുമാനങ്ങൾ എടുത്ത് ഇനിയും ഇതുപോലെയുള്ള പരിസ്ഥിതി വന്നാൽ അവിടെയുള്ള കുടിയേറ്റക്കാരും സുരക്ഷിതരായിരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻസിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ പലതരം കോൺസിക്വൻസസ് ഉണ്ട്. എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് ഡെമോഗ്രഫിക് ടേംസ്. ഇത്തരം കോൺസിക്വൻസസ് ഉണ്ട് മൈഗ്രേഷന്. ഡെമോഗ്രഫിക് കോൺസിക്വൻസ്, മൈഗ്രേഷൻ ലീഡ്സ് ടു ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ വിത്തിൻ എ കൺട്രി. ഒരു കൺട്രിയിലെ പോപ്പുലേഷന് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് മൈഗ്രേഷൻ കാരണമാക്കുന്നുണ്ട്. റൂറൽ അർബൻ മൈഗ്രേഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അതുപോലെ ഏജ് ആൻഡ് സ്കിൽ സെലക്റ്റീവ് ഔട്ട് മൈഗ്രേഷൻ ഫ്രം ദ റൂറൽ ഏരിയ ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ റൂറൽ ഡെമോഗ്രാഫിക് സ്ട്രക്ചേഴ്സ്. ഇറ്റ് കോസസ് ഓഫ് ഇംബാലൻസ് ഇൻ സെക്സ് റേഷ്യോ ഇൻ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ മൈഗ്രൻസ്. സെക്കൻഡ്, സോഷ്യൽ കോൺസിക്വൻസസ്. അതുപോലെ തേർഡ് കോൺസിക്വൻസ് ആണ് എക്കണോമിക് കോൺസിക്വൻസസ്. അടുത്തത് എൻവയറമെന്റൽ കോൺസിക്വൻസസ്. ഇതെല്ലാം സിമ്പിൾ ആണ്, വായിച്ചു പോവുക. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ്. അപ്പോൾ ഈ കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം. there are 5 types of consequences of migrations. അത് ഏതൊക്കെയാണ്? ഡെമോഗ്രഫിക്, എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയറമെന്റൽ. ഇനി അടുത്ത മൈഗ്രേഷൻ ആൻഡ് മൈഗ്രൻസ്, എ ഗ്ലോബൽ ഓവർവ്യൂ. According to World Migration Report 2020, while international migrants may tend to gravitate towards high-income countries, their origin globally can be diverse. Some origin countries have high proportions of their national living abroad for economic, political, security, trade, or cultural reasons that may be contemporary or historical in nature. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് the Syrian Arab Republic has a higher rate of emigration than most other countries due to displacement caused by long-term conflict. ഈ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? There were roughly 164 million migrant workers around the world in 2000. അവരുടെ കണക്കാണ് തന്നിരിക്കുന്നത്. മൈഗ്രന്റ് വർക്കേഴ്സ് എന്തുമാത്രം ഉണ്ട് ലോകത്തുനിന്ന്. 2017 കണക്കനുസരിച്ച് there were roughly 164 million migrant workers around the world. വേൾഡ് മുഴുവനും കൂടി നോക്കുമ്പോഴേക്ക് അതാണ്ട് 164 million migrant workers ഉണ്ട്. When compared with the global population of international migrants of working age regarded as 15 years of age or older,
15 ഇയേഴ്സ് ഓഫ് ദ ഏജ് തുടങ്ങി ഇങ്ങനെ വർക്കേഴ്സ്, പിന്നെ അതിനേക്ക് മുകളിലേക്കുള്ള ഏജുകളിൽ ഇത്തരം വർക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 164 മില്യൺ മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ഇനി റെഫ്യൂജസ് ആൻഡ് അസ്ലം സീക്കേഴ്സ്. By the end of 2018, there was a total of 25.9 million refugees globally, with 20.4 million under UNHCR's mandate and 5.5 million refugees registered by the United Nations Relief and Work Agencies for Palestine refugees. ഇതുപോലെ റെഫ്യൂജീസിൻ്റെയും അതുപോലെ താമസ സൗകര്യം അന്വേഷിച്ച് അലയുന്ന ആളുകളുടെയും കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി the International Organization for Migration role in resettlement. International Organization for Migration, that is IMO. IMOs arrange safe and organized travel for refugees through resettlement programs as well as for other vulnerable persons of concern moving through other humanitarian pathways. അടുത്തത് സ്റ്റേറ്റ്ലെസ് പേഴ്സൺസ്. ഇനി പലതരം ആളുകളാണ് ലോകത്തുള്ളത്. കുറേ പേര് സ്റ്റേറ്റ്ലെസ് പേഴ്സൺസ്, ഒരു സ്റ്റേറ്റിലും അംഗത്വം ഇല്ലാത്ത, ഒരിടത്തും പൗരത്വം ഇല്ലാത്ത ആളുകൾ, അതുപോലെയുള്ള ആളുകളും ധാരാളം ഉണ്ട്. സ്റ്റേറ്റ്ലെസ് പേഴ്സൺസ് ആർ ബൈ ഡെഫിനിഷൻ ഇൻ എ വൾണറബിൾ സിറ്റുവേഷൻ. അവരൊരു വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ്. ആൻഡ് ദേ ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് നാഷൻസ് ബൈ എനി സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പോലും അംഗമല്ലാത്ത ആളുകളാണ് ഈ സ്റ്റേറ്റ്ലെസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ദേ ഫേസ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ആക്സസിങ് ബേസിക് സർവീസസ് ലൈക്ക് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓർ ഹെൽത്ത് കെയർ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവർക്ക് ഒരു സ്റ്റേറ്റിൻ്റെയും പൗരത്വം ഇല്ല. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിന്, അതുപോലെ തൊഴിലിന്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ അവർ വളരെ ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെ നേരിടുന്ന ആളുകളാണ്. അതൊരു മാർജിനലൈസേഷൻ ആളുകളാണ്. അബ്യൂസ് ആൻഡ് മാർജിനലൈസേഷൻ സ്റ്റേജിലുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ്ലെസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അത് പല സ്ഥലങ്ങളിലും ഒത്തിരി ഉണ്ട്. അവരുടെ കണക്കുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി അടുത്തത് മൈഗ്രേഷൻ ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റ്. മൈഗ്രേഷനും അതുമൂലം എത്നിക് കോൺഫ്ലിക്റ്റുകളും പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. ഓൾദോ മൈഗ്രേഷൻ ഇൻ ജനറൽ ആൻഡ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ഇസ് particularly conducive for economic and urban transition, there are many challenges confronting migration in urban areas. കൂടുതലും തൊഴിലും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയാണ് റൂറലിൽ നിന്ന് അർബനിലേക്ക് മൈഗ്രേഷൻ നടക്കുന്നതെങ്കിലും പലപ്പോഴും പല വെല്ലുവിളികളെ ഇതുപോലെയുള്ള മൈഗ്രേഷൻസ് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് എക്സാമ്പിള് ഇവിടെയൊക്കെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകാറുണ്ട്. അതായത് അടുത്ത കാലത്തുണ്ടായത് 3 types of conflict in 3 distinct regions in India, namely Assam, Chotanagar and Hyderabad. ഈ 3 സ്ഥലങ്ങളിൽ 3 തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഇതുമൂലം ഉണ്ടായി. In Assam, the reason for conflict was the success of migrants while the natives failed. ഓരോ കാര്യങ്ങളിലും അവിടെയുള്ള ആസാമിലുള്ള മൈഗ്രൻസ് കൂടുതൽ വിജയിക്കും, അവിടെയുള്ള താമസക്കാർ, അവിടുത്തെ നേറ്റീവ്സ്, അവിടെ തന്നെ സ്ഥിരതാമസമായിട്ടുള്ള പഴയ ആളുകൾ, അവർ പുറകോട്ട് പോവുകയും ചെയ്തപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റിന് കാരണമായി. അതുപോലെ ഇൻ ചോട്ടാനഗറിൽ ദ കോസ് വാസ് യുണീക്ക് വെയർ ട്രൈബൽ മെമ്പേഴ്സ് എൻകൗണ്ടേർഡ് മൈഗ്രൻസ് വിച്ച് ലെഡ് ടു ദെയർ സബ്ജുഗേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ വേറൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത് ഹൈദരാബാദിലാണ്. ദ ബേസിസ് ഫോർ കോൺഫ്ലിക്റ്റ് വാസ് ദ എഫോർട്ട് ടു പ്രൊട്ടക്ട് ദ മിഡിൽ ക്ലാസ്. അവിടെയുള്ള മിഡിൽ ക്ലാസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ മിഡിൽ ക്ലാസ്സിനെയാണ് മൾക്കി എന്ന് പറയുന്നത് നേറ്റീവ്സ്, ഫ്രം ദ കോമ്പറ്റിംഗ് മൈഗ്രൻസ് വന്ന് അവരായിട്ട് മത്സരിക്കുമ്പോൾ പലപ്പോഴും അവിടെ താമസിക്കുന്ന മിഡിൽ ക്ലാസ്സിന് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ റീസൺ കൊണ്ടാണ് ഹൈദരാബാദിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ മൈഗ്രേഷൻ മൂലം പല സ്ഥലങ്ങളിലും പല ചലഞ്ചസ് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി കൺക്ലൂഡിങ് ഒബ്സർവേഷൻസ് ഓൺ ദ ചലഞ്ച് അഹെഡ്. മൈഗ്രേഷൻ ഷുഡ് ബി വ്യൂഡ് ആസ് എ ലൈവ്ലിഹുഡ് സ്ട്രാറ്റജി ഓഫ് millions of Indian people and also for many to fulfill their aspirations. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും ആ ഒരു സ്വപ്നത്തോട്, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കുടിയേറുന്നത്. ടുഡേ മൈഗ്രൻസ് മേ ബി better able to make a contribution to the socio-cultural, civic, political and economic contribution than they were in the last century. അപ്പോൾ ഇപ്പം
മൈഗ്രൻസ് ആണെങ്കിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട് സോഷ്യോ കൾച്ചറൽ, അതുപോലെ സിവിക്, പൊളിറ്റിക്കൽ, എക്കണോമിക് ഫീൽഡിലൊക്കെ. അപ്പം അതുകൊണ്ട് ഈ മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഏത് രാജ്യത്ത് ചെല്ലുന്ന അവിടെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം, അവർക്ക് വേണ്ട സെറ്റപ്പും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഓരോ രാജ്യങ്ങളുടെയും കടമയാണ്. In migration policy, a framework should be developed to minimize the negative aspects of migration. ഒരു മൈഗ്രേഷൻ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ മൈഗ്രേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന നെഗറ്റീവ് ആസ്പെക്ട്സ് ഇല്ലാതെയാക്കാനും അവരുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാനും ഈ പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. അടുത്ത യൂണിറ്റ് ഒക്കുപ്പേഷനാണ്. 9th യൂണിറ്റ്. ഒക്കുപ്പേഷൻ, തൊഴിൽ, വർക്ക് എന്നൊക്കെ പറയുന്നതാണ് ഒക്കുപ്പേഷൻ. ഇനി അതെന്താന്ന് നോക്കാം നമുക്ക്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. കൺസെപ്റ്റ് ഓഫ് ഒക്കുപ്പേഷൻ ആദ്യം നോക്കാം. ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്താണ്? ദ ടേം ഒക്കുപ്പേഷൻ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ വാഗ്യൂ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് എ മോഡൽ ദാറ്റ് ഗൈഡ്സ് ദ ഹ്യൂമൻ പെർഫോമൻസ്. മനുഷ്യന്റെ പെർഫോമൻസിനെ കാണിക്കുന്ന ഒരു അവ്യക്തമായിട്ടുള്ള ശബ്ദമാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ള. അതിൻ്റെ തൊഴിലാണ് ഇവിടെ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും അതിന് വ്യക്തത കുറവാണ് ഒക്കുപ്പേഷൻ എന്നുള്ള ആ വേർഡിന്. ടു ഓവർകം ദ വാഗ്നെസ് ഇൻ ദ ടേം. അപ്പം ആ ടേമിൽ അസ്പഷ്ടത മാറ്റാനായിട്ട് വി നീഡ് ടു ലുക്ക് ഇൻ ടു ദ മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്ട്സ് ഓഫ് ഒക്കുപ്പേഷൻ. മൾട്ടി ഡൈമെൻഷണൽ ആസ്പെക്ട്സ് നോക്കണം ഒക്കുപ്പേഷൻ്റെ. സച്ച് ആസ് ദ ഒക്കുപ്പേഷണൽ ഫോം എന്താണ്, അതുപോലെ ഒക്കുപ്പേഷണൽ പെർഫോമൻസ് എന്താണ്. അപ്പം ഇതൊക്കെ നോക്കിയാലേ, അതുപോലെ ഒക്കുപ്പേഷണൽ ഫോമും പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. എന്നാലേ അത് ആ ടേം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒക്കുപ്പേഷണൽ ഫോം ഇൻവോൾവ്സ് ഒബ്ജക്റ്റീവ് ആസ്പെക്ട്സ് സച്ച് ആസ് മെറ്റീരിയൽസ്, ഹ്യൂമൻ കോണ്ടെക്സ്റ്റ്, characteristics of physical settings and other socio-cultural dimensions that influence one's perception of the activities performed. ഇനി അപ്പോൾ ഒക്കുപ്പേഷണൽ ഫോംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒക്കുപ്പേഷണൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? On the other hand, refers to act of doing which involves the action guided by the existing occupational forms. അപ്പോൾ കുറേ occupational forms ഉണ്ട്. സോഷ്യോ കൾച്ചറൽ ഡൈമെൻഷൻസ്, ഹ്യൂമൻ കോണ്ടെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ സെറ്റിങ്സ്, അങ്ങനെ കുറേ ഫോംസ് ഉണ്ട്. ആ ഫോംസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ട പ്രവൃത്തികളെയാണ് ഒക്കുപ്പേഷണൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി വർക്ക് വിച്ച് ഈസ് ദ അതർ ടേം ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് ഒക്കുപ്പേഷൻ. ഒക്കുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു വേർഡാണ് വർക്ക് അല്ലെങ്കിൽ ജോലി എന്നുള്ളത്. ഇനി അതെന്താണ്? ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി. വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് ഹ്യൂമൻ പെർഫോമൻസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പെർഫോമൻസ് ഓഫ് അതേഴ്സ് അറ്റ് എ വർക്ക് പ്ലേസ്. അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റിയാണ്, അത് ഇൻവോൾവ്സ് ഹ്യൂമൻ പെർഫോമൻസ്. അതിൽ ഹ്യൂമൻ പെർഫോമൻസ് ആണുള്ളത്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പെർഫോമൻസ് ഓഫ് അതേഴ്സ് അറ്റ് എ വർക്ക് പ്ലേസ്. അപ്പോൾ വർക്ക് പ്ലേസിൽ ഒരു വ്യക്തി മാത്രമല്ല, പല വ്യക്തികളുണ്ടാവും. അപ്പോൾ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നടക്കുന്ന ആ കാര്യങ്ങളെയാണ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് അറ്റ് എ വർക്ക് പ്ലേസ് ഇൻവോൾവ്സ് ദ ഇൻകൾക്കേഷൻ ഓഫ് എ ലാർജ് സെറ്റ് ഓഫ് സ്കിൽസ്. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ ധാരാളം സെറ്റ് ഓഫ് സ്കിൽസ് ആണ് അവിടെ വേണ്ടി വരുന്നത്. ദ വേ വർക്കേഴ്സ് ആർ ഓർഗനൈസ്ഡ് അറ്റ് എ വർക്ക് പ്ലേസ് ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് വർക്ക് ബീങ് ഡൺ. എന്ത് ജോലിയാണ് ചെയ്യണമെന്ന് അവിടെ ആ വർക്കിന് വേണ്ടിയിട്ട് ആ വർക്ക് പ്ലേസിൽ ഒന്നിച്ചേർന്നിരിക്കുന്ന വർക്കേഴ്സിന് അറിയാൻ പറ്റും. ദ വർക്കേഴ്സ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ വർക്ക്, the work process, and finally what they get in return to their work. അപ്പോൾ വർക്ക്, the way workers are organized, വർക്കേഴ്സിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു ആ രീതി അറ്റ് എ വർക്ക് പ്ലേസ് ഡിറ്റർമിൻസ് ദ നേച്ചർ ഓഫ് വർക്ക് ബീയിങ് ഡൺ. അപ്പോൾ അവിടെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സിനെ ആയിരിക്കും അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ വർക്ക്, അപ്പോൾ പിന്നീട് വർക്കേഴ്സ് ആ ജോലിയിൽ ഇൻവോൾവ് ആകുമ്പോഴേക്കും ദ വർക്ക് പ്രോസസ് ആൻഡ് ഫൈനലി ഫൈൻഡ് ദേ ഗെറ്റ് ഇൻ റിട്ടേൺ ടു ദ വർക്ക്. അപ്പോൾ ആ വർക്ക് പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് അവസാനം ഒരു സംഗതി കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒക്കുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ.
ഇനി അതിൻ്റെ കൺസെപ്ഷൻസ് കുറച്ച് 1-2 കൂടി നോക്കിയേക്കുക. അത് കഴിഞ്ഞ് ഒക്കപ്പേഷണൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ഒക്കപ്പേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ദ ഒക്കപ്പേഷണൽ സ്ട്രക്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിവിഷൻ ഓഫ് വർക്കേഴ്സ് അക്കോർഡിംഗ് ടു ഡിഫറൻറ്റ് ഒക്കുപ്പേഷൻസ്. പല ഒക്കുപ്പേഷനും ആളുകളെ ഡിവൈഡ് ചെയ്തേക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷനെയാണ് ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദർ ആർ അറ്റ്ലീസ്റ്റ് 10 ഒക്കുപ്പേഷണൽ കാറ്റഗറീസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏതാണ്ട് 10 കാറ്റഗറീസ് ഉണ്ട് ഈ ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ. അത് അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യൻ റിപ്പോർട്ട് 2011. ദീസ് ഇൻക്ലൂഡ്സ് ഈ ഒക്കുപ്പേഷണൽ സ്ട്രാറ്റജിയിൽ വന്നത് ഏതൊക്കെയാണെന്ന് ഇൻക്ലൂഡ് കൾട്ടിവേറ്റേഴ്സ്, അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി, ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, മൈനിങ് ആൻഡ് ക്വാറിയിങ്, manufacturing and processing in household industry, manufacturing and processing other than in household industry, construction, trade and commerce, transport, storage and communication, other services in both private or state-owned formal and informal sectors. അപ്പോൾ ഫോർമൽ സെക്ടറിലും ഇൻഫോർമൽ സെക്ടറിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. എമംഗ് ദീസ് 10 കാറ്റഗറീസ്, ഈ പറഞ്ഞ കാറ്റഗറീസിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അതായത് കാറ്റഗറീസ് ഓഫ് കൾട്ടിവേറ്റേഴ്സ്, കൃഷിക്കാരുടെ ആ കാറ്റഗറി, അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ലൈഫ് സ്റ്റോക്ക്, കന്നുകാലിയുടെ, ഫോറസ്ട്രി, ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ കൺസിഡേർഡ് ആസ് അഗ്രികൾച്ചർ ബേസ്ഡ് ഒക്കുപ്പേഷൻസ്. ഇതിനെയൊക്കെ അഗ്രികൾച്ചറൽ ബേസ്ഡ് ഒക്കുപ്പേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈൽ ആസ് അതേഴ്സ് ആർ കൺസിഡേഴ്സ് ആസ് നോൺ അഗ്രികൾച്ചറൽ ഒക്കുപ്പേഷൻസ്. ബാക്കിയുള്ളതിനേക്ക്, അതായത് ട്രേഡ്, ട്രാൻസ്പോർട്ട്, കോമേഴ്സ്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ അതുപോലെയുള്ള സർവീസസിനെയൊക്കെ അറിയപ്പെടുന്നത് നോൺ അഗ്രികൾച്ചറൽ ഒക്കുപ്പേഷൻസ് എന്നാണ്. ഇനി ഓൾ ദ 10 കാറ്റഗറീസ് ഓഫ് ഒക്കുപ്പേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ബ്രോഡ് സ്ട്രക്ചർ. ഇനി ഈ മുൻപിൽ പറഞ്ഞ മുഴുവൻ കാറ്റഗറീസിനെ നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. 3 ബ്രോഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് തരംതിരിക്കാം. അതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അപ്പോൾ പ്രൈമറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ, സെക്കൻഡറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ ആൻഡ് ടെർഷറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറിന് 3 വിഭജിക്കാൻ പറ്റും. ഇനി പ്രൈമറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ദ വർക്ക് ഓഫ് ദ ലേബേഴ്സ് who directly use the natural resources extracted from earth to make a living. ഭൂമിയിൽ നിന്ന് നാച്ചുറൽ റിസോഴ്സസ് എടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ആ ഒക്കുപ്പേഷൻസാണ് പ്രൈമറി ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് അതർ സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ മൈനിങ്. അപ്പോൾ സെക്കൻഡറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറിൽ വരുന്നത് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, നിർമ്മാണ വർക്കുകൾ, പിന്നെ ആൻഡ് അതർ സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ മൈനിങ്, വലുതും ചെറുതുമായിട്ടുള്ള മൈനിങ് കാര്യങ്ങൾ, ഖനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് സെക്കൻഡറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ട്രേഷറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ, അതായത് 3rd ടൈപ്പ്, അതായത് ട്രേഷണറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതർ ദാൻ ദ 2 സ്ട്രക്ചേഴ്സ് ഡിസ്കസ്ഡ് ഓൾറെഡി, അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉള്ള ആ ഒക്കുപ്പേഷൻസിനെ മാറ്റി നിർത്തിയ ബാക്കിയുള്ളത്. ദർ ഈസ് യെറ്റ് അനദർ ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ exist within the economic system and this 3rd occupational structure is called as tertiary occupational structure. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങളൊക്കെ, അതായത് പ്രൈമറിനെ സെക്കൻഡറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറെ മാറ്റിയ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ചേർന്നതാണ് 3rd occupational structure and it is called tertiary occupational structure. This type of occupational structure has the potential of generating high employment opportunities. അപ്പോൾ ഇവിടെ ഹൈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ട്രഷറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറിൽ. പീപ്പിൾ എൻഗേജ് ഇൻ വർക്ക്സ് അറ്റ് ദ ട്രഷറി ലെവൽ ആൻഡ് ദ ജോബ്സ് അറ്റ് ദിസ് ലെവൽ ആർ ഡിഫറെൻറ്റ് ഇൻ നേച്ചർ ദാൻ അതർ 2 സ്ട്രക്ചേഴ്സ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്ട്രക്ചറിൽ ഏതാണ്ട് ഒരേപോലെയുള്ള കാര്യങ്ങൾ, സെക്കൻഡ് സ്ട്രക്ചറിലും എല്ലാവരും ഏതാണ്ട് ഏറെക്കുറെ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് നടക്കണമെങ്കിൽ ട്രഷറിയിൽ വിഭിന്നങ്ങളായിട്ടുള്ള ജോലികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ട്രക്ചറും കൂടിയാണ് ഈ ട്രഷറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ. ദിസ് ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് ആസ് സർവീസ് സെക്ടർ. അപ്പോൾ ഈ ട്രഷറി ഒക്കുപ്പേഷണൽ സ്ട്രക്ചറിന് വേണമെങ്കിൽ സർവീസ് സെക്ടർ എന്നും പറയാം. in which a number of services are provided by the workers involved in it.
അവിടെ ഒത്തിരി സർവീസസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി ആളുകളും ഇൻവോൾവ് ആണ്. ഈ സർവീസസ് ഇൻക്ലൂഡ് സർവീസസ് ഇൻ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, അവിടെയുള്ള ജോലികൾ, അതുപോലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, പിന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ്, ബിസിനസ് സർവീസസ് ആസ് വെൽ ആസ് റിയൽ എസ്റ്റേറ്റ് സർവീസസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോ ഓൺ. അതുകൊണ്ട് അപ്പോൾ കുറേ സർവീസസ് ഇതിൻ്റെ ഉള്ളിൽ ട്രഷറിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ആളുകൾക്ക് ജോലിയുണ്ട്. ഇൻ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് people engage in treasury occupations at a very high rate than in developing countries. According to the World Development Report 1983, around 45 to 50% of working people from developed countries were working in treasury sectors. അപ്പോൾ ട്രഷറി സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ ഓൺലി അറൗണ്ട് 20% ഓഫ് ദ ടോട്ടൽ വർക്കിംഗ് പീപ്പിൾ വെർ ഇൻവോൾവ് ഇൻ ട്രഷറി ഒക്കുപ്പേഷൻസ്. ഇന്ത്യയിൽ ടോട്ടൽ വർക്കേഴ്സിൻ്റെ 20% ആണ് ഈ ട്രഷറി ഒക്കുപ്പേഷൻസിലുള്ളത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ഓക്യുപ്പേഷൻസ്. അർബൻ ഓക്യുപ്പേഷൻ്റെ സ്ട്രക്ചറെ ക്ലാസിഫൈ ചെയ്ത് പ്രൈമറി, സെക്കൻഡറി, ട്രഷറിന്ന് ഇനി ഇവിടുത്തെ ഒക്കുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അർബൻ ഒക്കുപ്പേഷൻ. ഇനി അർബൻ ഒക്കുപ്പേഷന് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന്. As we know that India is an agricultural country, നമ്മളുടെ രാജ്യം ഒരു കൃഷിപ്രധാനമുള്ള രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. However, the gross domestic product, അതായത് GDP of Indian comes from the urban areas because urban area have more concentration of capital. അപ്പോൾ കൂടുതൽ GDP കിട്ടുന്നത് എപ്പോഴും ഇന്ത്യക്ക് അർബൻ ഏരിയയിൽ നിന്നാണ്. ഫോർ ദിസ് റീസൺ ഓൾസോ അർബൻ സ്പേസസ് ആർ കോൾഡ് ആസ് ദ ഹാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അർബൻ ഏരിയന് ഹാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ നൽകുന്ന ഹൃദയഭാഗമാണ് ഈ അർബൻ ഏരിയ എന്ന് ഇന്ത്യയിൽ പറയപ്പെടുന്നത്. ഒക്കുപ്പേഷൻസ് ഇൻ അർബൻ സ്പേസസ് ആർ അവൈലബിൾ ഇൻ അബണ്ടൻസ് ആൻഡ് there is undoubtedly no surprise to acknowledge the fact that the most of the GDP is generated from the അർബൻ ഏരിയ. അപ്പോൾ ഇന്ത്യയിലെ GDP-യിൽ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യണത് ഈ അർബൻ ഏരിയയിലാണ്. ദ സോഴ്സസ് ഓഫ് GDP ഇൻ അർബൻ സ്പേസസ് ആർ ദ വേരിയസ് ഒക്കുപ്പേഷൻ ദാറ്റ് പീപ്പിൾ അണ്ടർടേക്ക് ഇൻ ഓർഡർ ടു മേക്ക് ലിവിങ്. ഇനി generally the occupations in urban spaces are divided into 4 types. അർബൻ ഏരിയയിലുള്ള ഒക്കുപ്പേഷൻസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആർ സ്ട്രീറ്റ് വർക്കേഴ്സ്, ഒന്ന് സ്ട്രീറ്റ് വർക്കേഴ്സ്, സെക്കൻഡ് സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മെൻ, തേർഡ് ഫാക്ടറി വർക്കേഴ്സ് ആൻഡ് ദോസ് ഹു വർക്ക് ഇൻ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സ്ട്രീറ്റ് വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മെൻ, ഫാക്ടറി വർക്കേഴ്സ് ആൻഡ് ദോസ് ഹു വർക്ക് ഇൻ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. അപ്പോൾ ഈ ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി സ്ട്രീറ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ട്രീറ്റ് വർക്കേഴ്സ് ഓർ വാട്ട് ഈസ് കോൾഡ് ദ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആർ എ വിറ്റൽ ഓർഗൻ ഓഫ് ദ എക്കണോമി ഓഫ് എനി കൺട്രി അറൗണ്ട് ദ വേൾഡ്. ഏത് വേൾഡിലും അവിടുത്തെ എക്കണോമിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ സ്ട്രീറ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്ട്രീറ്റ് വർക്കേഴ്സ് സെൽ ഗുഡ്സ് ആൻഡ് ഓഫർ ദെയർ സർവീസസ് അറ്റ് പബ്ലിക് പ്ലേസസ് സച്ച് ആസ് സ്ട്രീറ്റ് ഓർ അതർ മാർക്കറ്റ് പ്ലേസസ്. സ്ട്രീറ്റുകൾ, തെരുവുകളിലും മാർക്കറ്റ് പ്ലേസസിലും ഒക്കെ അവരുടെ സാധനങ്ങൾ വിൽപ്പന നടത്താറുണ്ട്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ ഇൻഫോർമൽ എക്കണോമി ഓഫ് എനി കൺട്രി. ഏത് രാജ്യത്തിൻ്റെ ഇൻഫോർമൽ എക്കണോമീനെ ഷേപ്പ് ചെയ്യുന്നത് ഈ സ്ട്രീറ്റ് വർക്കേഴ്സാണ്. ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ടൗൺസ് ആൻഡ് സിറ്റീസ് അക്രോസ് ദ കൺട്രീസ് സ്ട്രീറ്റ് വർക്കേഴ്സ് ക്യാൻ ബി സീൻ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ സ്ട്രീറ്റിൽ രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്യണതാണ് ഈ സ്ട്രീറ്റ് വർക്കേഴ്സ്. ദേ ആർ സെൽഫ് എംപ്ലോയിഡ്. അവർ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ റിക്ഷ പുള്ളേഴ്സ്, വെജിറ്റബിൾ വെൻഡേഴ്സ്, കോബ്ലേഴ്സ്, സ്നാക്ക് സെല്ലേഴ്സ്, ടീ സെല്ലേഴ്സ്, ഐസ്ക്രീം സെല്ലേഴ്സ്, ഇതൊക്കെ സ്ട്രീറ്റ് വർക്കേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലോണ് കാര്യങ്ങളൊന്നും കിട്ടണില്ല. അതുപോലെ അവരാരുടെയും സഹായം കൂടാതെ സ്വയം അവരുടെ ജോലികൾ ചെയ്യണം. ദേ ആർ നോട്ട് എൻറ്റൈൽഡ് ടു എനി കൈൻഡ് ഓഫ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് ഫോർ ട്രെയിനിങ് or from banks for credit loans. So they are forced to work outside of the labor laws and other legal structures. Consequently, they often suffer poor working conditions. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് വളരെ മോശമായിട്ടുള്ളതാണ്. സെക്കൻഡ് ടൈപ്പാണ് സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മാൻ. Self-employed means doing something on our own, earn
എ ലൈവ്ലിഹുഡ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അവനവൻ്റെ ജീവിതം നയിക്കുന്നതിനാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് വർക്കിംഗ് ഈസ് ഓൾസോ എ സെൽഫ് എംപ്ലോയിഡ് ഓക്കുപ്പേഷൻ. സ്ട്രീറ്റ് വർക്കിങ്ങിനെ നമുക്കൊരു സെൽഫ് എംപ്ലോയിഡ് occupations ആയിട്ട് കണക്കാക്കാം. ബട്ട് ഇൻ ടേംസ് ഓഫ് ബിസിനസ്, സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മെൻ ഇൻക്ലൂഡ് ദോസ് പീപ്പിൾ ഹു ഹാവ് സ്റ്റാർട്ടഡ് ദെയർ ഓൺ ബിസിനസ്. ഓരോരുത്തർ അവരവരുടെ ബിസിനസ്, അവരവരുടെ ഒരു പ്രസ്ഥാനം, എൻ്റർപ്രൈസ്, ആൻഡ് ആർ ദ ഓണേഴ്സ് ഓഫ് ദെയർ ബിസിനസ്. അവർ തന്നെ അവരുടെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥരാകുക. ഫോർ എക്സാമ്പിൾ, ദ ഓണർ ഓഫ് എ പ്രൊവിഷണൽ സ്റ്റോർ. ബിസിനസ്മാൻ ഫോൾ ഇൻ ബോത്ത് ഓഫ് ദ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് കാറ്റഗറീസ്. അപ്പം ഇങ്ങനെയുള്ള ബിസിനസ്മാൻ, ഇപ്പോൾ ഒരാൾ അയാളുടെ തന്നെ ഒരു സ്റ്റോർ ഒരു പ്രൊവിഷണൽ സ്റ്റോർ തുടങ്ങുക, അപ്പോൾ അത് അയാളുടെ സ്വന്തം ബിസിനസ്സാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മെൻ എന്ന് പറയുന്നത്. ഇനി ബിസിനസ്മെൻ രണ്ട് രീതിയിൽ വന്നിട്ട്, ഒന്ന് ഓർഗനൈസ്ഡ്, മറ്റത് അൺഓർഗനൈസ്ഡ് കാറ്റഗറീസ്. ഇനി ഇൻ ഓർഗനൈസ്ഡ് ബിസിനസ് ദ അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ്മെൻ ആൻഡ് ഓൾസോ ദെയർ എക്കണോമിക് അഫയേഴ്സ് ആർ റെക്കോർഡഡ്. അപ്പോൾ ഓർഗനൈസ്ഡ് ബിസിനസ് ആളുകളുടെ അക്കൗണ്ട്സും അതുപോലെയുള്ള എക്കണോമിക് അഫയേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എതിരെയാണ് മറ്റു ഭാഗം അൺഓർഗനൈസ്ഡ് ആണെങ്കിൽ അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ദോസ് ഇൻ ദ ലേറ്റർ കാറ്റഗറി സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ് ബൈ മേക്കിംഗ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് സോ ദേ മേക്ക് ലോ പ്രോഫിറ്റ് ആസ് കമ്പയർഡ് ടു ദ ബിസിനസ്മെൻ ഹു ആർ ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ചിലപ്പോൾ ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് ഫാക്ടറി വർക്കേഴ്സ് ആണ്. അനദർ ആസ്പെക്ട് ഓഫ് അർബൻ ഒക്കുപ്പേഷൻ ഈസ് ദാറ്റ് ഓഫ് വർക്കിംഗ് ഇൻ ഫാക്ടറീസ് വിച്ച് ഈസ് എ മേജർ ഒക്കുപ്പേഷൻ ഓഫ് മൈഗ്രൻസ് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഇൻ ഇന്ത്യ. പിന്നെ വേറൊരു വിഭാഗമാണ് ഫാക്ടറി വർക്കേഴ്സ്. അത് മൈഗ്രൻസ് ഇൻ സിറ്റീസ് ടൗൺസിലൊക്കെ ഉള്ളവരാണ്. അവർ ഫാക്ടറികളിലാണ് കൂടുതൽ, ഫാക്ടറി ജോലി ഉദ്ദേശിച്ചിട്ടാണ് അവർ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് സാധാരണ വരിക തന്നെ. പീപ്പിൾ ഹു വർക്ക് ഇൻ ഫാക്ടറീസ് ഓർ എനി അതർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അവിടെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഈ ഫാക്ടറീസിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഫാക്ടറി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഹാസ് എ ലോങ് ഹിസ്റ്ററി ആൻഡ് ഡേറ്റ്സ് ബാക്ക് ടു 1850s. ഡ്യൂറിങ് ദിസ് ടൈം ഗുഡ്സ് വെർ മാനുഫാക്ചർഡ് ഫോർ എക്സ്പോർട്ട് ടു ദ ബ്രിട്ടീഷ്. ആദ്യമൊക്കെ ഫാക്ടറീസിൽ ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് നടത്തിയിരുന്നത്. അത് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സാധനങ്ങൾ നിർമ്മിച്ചിരുന്നത്, പ്രത്യേകിച്ച് കൽക്കട്ട, ബോംബെ സ്ഥലങ്ങളിലൊക്കെ. ദ റീസൺ ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ വാസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വാസ് ലോ ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ. അപ്പോൾ ഇവിടെ ഈ ഫാക്ടറീസ് തുടങ്ങാനുള്ള മുഖ്യ കാരണം ചീപ്പ് ലേബർ, ചെറിയ കൂലിയിൽ ജോലിക്കാരെ ധാരാളം കിട്ടുമെന്ന് കണ്ടിട്ടാണ്. ഹവർ ആഫ്റ്റർ ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947, ദ റെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രി സ്റ്റാർട്ടഡ്. ഹവർ ദ മേജർ ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ 1985. അപ്പോൾ 1985 ശേഷം ഇവിടെ പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള, അതുപോലെ നല്ല വേജസ് കിട്ടാൻ തുടങ്ങി. അവരുടെ കൂലി, എല്ലാ കാര്യങ്ങളുടെ സുരക്ഷിതത്വം വന്ന്. റെസ്ട്രിക്ഷൻസ് ഓൺ ഫോറിൻ ട്രേഡ് വെയർ ഓൾസോ ലിഫ്റ്റഡ്. ഹവർ ഇൻ ദ ഇൻഫോർമൽ സെക്ടേഴ്സ് വർക്കേഴ്സ് did their jobs at the commands of their employers and they make a small income out of the work they do. ഇനി ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് വർക്കേഴ്സ്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ് ഇൻക്ലൂഡ് ദോസ് വർക്കേഴ്സ് ഹു വർക്ക് ഇൻ സെക്ടേഴ്സ് വിച്ച് ആർ രജിസ്റ്റേർഡ് വിത്ത് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഇൻ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എംപ്ലോയീസ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആർ റിജിഡ് ആൻഡ് പെർമനൻറ്റ് ഓർ റെഗുലർ. ദർ ആർ വേരിയസ് ടീംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് മേക്ക് ആൻ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ആൻഡ് ഓർഗനൈസ്ഡ് വൺ. In fact, being considered as an organized sector is difficult process as it requires proper registration with the government. Proper registration ഗവൺമെൻറ്റുമായിട്ടുള്ളതാണ് ആ കാര്യങ്ങളിലാണ് ഓർഗനൈസ്ഡ് സെക്ടർ ആണത്. ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആർ regulated by the government and they are liable to pay taxes also. പിന്നെ in India majority of urban occupations fall under organized sectors. അപ്പോൾ common examples of employees working in organized sectors ആരൊക്കെയാണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ അവരുടെയൊക്കെ കൂലി, ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. അതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും, കോമൺ എക്സാമ്പിൾസ് ഓഫ് ദ benefits enjoyed by them include retirement plan, medical services, medical insurance, paid leaves as well as other benefits. ഈ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു കൂട്ടരാണ് ഇത്.
അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എക്കണോമി ഇൻ ഇന്ത്യ ഈസ് അണ്ടർഗോൺ എ മേജർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് പീപ്പിൾ ഷിഫ്റ്റിംഗ് ഫ്രം rural area to urban area in search of livelihood. Occupation or search for employment is the main reason for the migration of people. അപ്പോൾ occupation ആണ് ഏറ്റവും മെയിൻ റീസൺ ഇങ്ങനെയുള്ള മൈഗ്രേഷന്. അതുപോലെ ഇറ്റ് പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ സെക്യൂറിങ് ദ എക്കണോമി ഓഫ് എനി ഡെവലപ്പിംഗ് കൺട്രി. ഏത് ഡെവലപ്പിംഗ് കൺട്രിയുടെ പുരോഗതിയിലും ഇതുപോലെയുള്ള ഒക്കപ്പേഷൻസ് ചെയ്യുന്ന ആളുകൾ, മൈഗ്രേറ്ററി കുടിയേറി പുതിയ തൊഴിലുകൾ കണ്ടുപിടിക്കുന്ന ആളുകൾ, അവരുടെ സാമ്പത്തിക സഹായം ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ്, എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ മോസ്റ്റ് ഓഫ് ദ അർബൻ പോപ്പുലേഷൻ. ഇൻ ദിസ് യൂണിറ്റ് വി ഡിസ്കസ് ദ ജനറൽ കൺസെപ്റ്റ് ഓഫ് ഒക്കപ്പേഷൻ ആസ് വെൽ ആസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അർബൻ ഒക്കപ്പേഷൻ. അതുപോലെ വി ഓൾസോ ഡിസ്കസ് ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓർ യൂസ്ഡ് interchangeably with the concept of occupation such as work, task, skill, job, and so on. The unit further offers an insight into what constitute occupational structures, discuss the status of occupational structures in India, അതുപോലെ സെക്കൻഡറി, പ്രൈമറി, ടെർഷറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലേറ്റർ പാർട്ട് ഓഫേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് occupation in urban spaces such as street workers, businessmen, business enterprise, factory workers, and organized workers.